ഈ ജാതി മുട്ട പണിയിട്ടാണ് നീ പിന്നെയും പ്രേമിക്കാൻ നടക്കണ? അതൊക്കെ കഴിഞ്ഞപ്പോ ഈ പറഞ്ഞ പോലെ എറണാകുളത്ത് ജോലിക്ക് അറിയാം. അപ്പൊ ഒരു ആശ്വാസത്തിനുണ്ടായിരുന്ന ലക്ഷ്മിയാണല്ലോ. ഞങ്ങളങ്ങനെ സംസാരിക്കും, ഫ്രീ ആണ്, ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. അപ്പൊ അങ്ങനെ ഒരു അട്രാക്ഷൻ തോന്നി. അല്ല ശരിക്കും തോന്നി. നിന്നെ കണ്ടപ്പോഴേ തോന്നി. നിർത്ത് അവളിപ്പോ റിപ്ലൈ തന്നെ അവളെ വിളിച്ചിട്ടൊന്ന് കാണണമെന്ന് പറ. എന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ അങ്ങോട്ട് പറ, അവള് നിന്റെ പിന്നാലെ വരും. വരും. ഇവനുള്ള മാല മുടിച്ചോണ്ട് ഓടേണ്ടി വരും. അപ്പൊ പിന്നാലെ വരും. എന്റെ പൊന്നു ബായി, നല്ല രീതിയിൽ ചെന്നാൽ തന്നെ സ്കിപ്പാവുന്ന ടീമാണ് അതൊക്കെ. അപ്പോഴാണ് ഈ കോളേജില് ഈ ഒരു കോളേജിന് ഒരു കുഴപ്പമില്ല. ഇത് നല്ല മൂഡാണ്. ചില കാര്യത്തിന് ഈ മൂഡാണ് നല്ലത്. നീ വിളിക്കവളെ അല്ലേ? കഴിക്കണ ബെല്ലടിക്കണ്ട. ഹരി. ഹലോ, താൻ എവിടെ ഉണ്ട്? ഞാനിവിടെ മോളിൽ തന്നെയുണ്ട്, എത്നിക് സിറ്റിയിൽ. ഒന്നുമില്ല, തന്നൊന്ന് കാണാൻ വേണ്ടിട്ടായിരുന്നു. പോരെ, ഞാനിവിടെ ഉണ്ട്. ഓക്കെ. ശരി, ഞാൻ കൊണ്ടുവരാം. അവള് സിനിമ കണ്ടിട്ട് അവിടെ മോളിലുണ്ട്. ഇനി അങ്ങോട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞ ചെയ്യണം. ഓക്കെ അല്ലേ? റെഡി അല്ലേ? ഓക്കെ. നിനക്ക് പെണ്ണൊരു അത്ഭുതമായിട്ട് തോന്നിയപ്പോഴാണ് എന്നെ നോക്കണത്. അങ്ങനെ പറയാനായിട്ട് നിനക്കങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. നിനക്ക് എല്ലാ പെണ്ണുങ്ങളും അത്ഭുതമാണല്ലോ അല്ലേ? അപ്പൊ നീ പോയി പറഞ്ഞിട്ടോ, ഞങ്ങളോട് വെയിറ്റ് ചെയ്യാം. പോയിട്ടു. പിന്നെ പറഞ്ഞൊക്കെ ഓർമ്മയിട്ടില്ല, അതുപോലെ തന്നെ ചെയ്തോളൂ കേട്ടാ. എല്ലാം ശരിയാക്കണോട്ടാ. ശരി, നന്നായി വരും. ഭായി, നമുക്ക് എങ്ങനെയും നാളെ കൊണ്ടുപോയി പെണ്ണ് കാണിക്കണോട്ടാ. നിനക്ക് എന്ത് ഇത്ര ധൃതി അവനെ പെണ്ണാണിക്കാൻ? ചെറിയ എനിക്ക് കുറച്ച് കാശ് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഏതാ കള്ള, അതിന്റെ ഇടയിൽ കമ്മീഷൻ അല്ലേ? ചുമ്മാ ഒരു കളി. അതെ, നന്നായിട്ടൊന്ന് ശ്വാസം വിളിച്ചു വിട്ടേ. അപ്പൊ ഒരു കോൺഫിഡൻസ് കിട്ടും. കിട്ടി കേട്ടോ. ആ സൺഗ്ലാസ് എടുത്ത് വെച്ചോ, അല്ലെങ്കിൽ അവൾ നിന്റെ കണ്ണി നോക്കി വീഴ്ത്തും. ലക്ഷ്മി, ഹരി, എന്താ ഇത്? നീ ആരാന്ന് നിന്റെ വിചാരം? എല്ലാരും ശ്രദ്ധിക്കുന്നു. നിനക്ക് ഫ്ലേർട്ട് ചെയ്ത് തുടങ്ങാൻ പറ്റിയ പൊട്ടനാണെന്ന് വിചാരിച്ചോ നീ? ഹരിയെ പറ്റി അങ്ങനെയാണോ വിചാരിച്ചിരിക്കുന്നേ? ഹരിക്ക് എന്നെ വിശ്വാസമില്ലേ? ഞാൻ പറഞ്ഞത് ഓർമ്മയില്ലേ? കണ്ണിൽ ലോക്കാവരുത്. നീ ഒന്ന് നോക്കൊന്നും വേണ്ട. നിന്റെ പുറകെ നടക്കാൻ കുറച്ച് അടച്ച ചെക്കന്മാരുണ്ടാവും. നിനക്ക് എനിക്ക് നിന്നെ വേണ്ട. ഹരി പ്ലീസ്. നീ പോടി. നിന്റെ അച്ഛൻ പറ്റൂന്ന് നാളെ അവനെങ്ങനെ ഒലിപ്പിച്ച് മണപ്പിച്ച് നടക്കാനായിട്ട്, ആണുങ്ങളെ വേലകളാനായിട്ട് തലക്കെട്ടി നടക്കാം. ഇപ്പൊ എല്ലാം സെറ്റായി. ഇനി ആ കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ട് സ്ലോ മോഷനിൽ പോന്നു. ചിരിക്കണ്ടട്ടാ. ഓക്കെ. എന്തായി? ലക്ഷ്മി വിളിക്കണ്ട. എടുക്കരുത്. നിന്റെ എന്താ ശരിയാവില്ല. അവളുടെ ഒരു ജാട. ഈ പെമ്പിള്ളാരെ മനസ്സെന്ന് പറയുന്നത് ട്രാൻസ്പോർട്ട് ബസ് പോലെ. നമ്മൾ പ്രേക്കുന്ന എത്ര ഓടിയാലും അവർ നിർത്താണ്ട് അങ്ങോട്ട് വിട്ടുകളയും. ചില സ്ഥലത്താണെങ്കിൽ വെറുതെ കിടന്ന് അങ്ങോട്ട് വെയിറ്റ് ചെയ്യും. കണ്ട വിളിക്കണ്ട. ഞാൻ പറഞ്ഞു, ഞാൻ നന്നായിട്ട് പറഞ്ഞു. എനിക്ക് വായ തോന്നിയതൊക്കെ പറഞ്ഞു. ആശ്വാസം ഉണ്ട്. അവളുടെ കസിൻ ഉണ്ടായിരുന്നു കൂടെ, അവിടെ ഞാൻ കൊടുത്തു നന്നായിട്ട്. അത് മറ്റൊരു ആശ്വാസം. അപ്പൊ ഇനിയിപ്പോ നമുക്കൊന്നും നോക്കണ്ടല്ലോ. അമ്മ പറഞ്ഞ പെണ്ണ് പോയി കണ്ടാലോ? അമ്മനെ വിഷമിപ്പിക്കണ്ട, പോയി കണ്ടേക്ക്. വെറുതെ ചുമ്മാ കണ്ടേക്ക്. ഈ കോലത്തിലൊക്കെ വീട്ടിലേക്കൊക്കെ ചെല്ലാൻ അതിന് കുഴപ്പമില്ല. നമുക്ക് നേരെ വിട്ടടിച്ച് ഈ കാറിന് തന്നെ പോയ പോരെ? കള്ളോടിച്ച് വണ്ടി ഓടിക്കണ്ട. ബസ്സിനോ. ഓക്കെ, എന്നാ പിന്നെ കുളിച്ച് ഫ്രഷ് ആയി അങ്ങനെ പോവാം. ഈ ഫോൺ ഞാൻ പിടിച്ചേക്ക്. നിന്റെ ചിലപ്പോ ഈ ഫോൺ എടുക്കണോ? അത് ശരിയാണ്. വണ്ടി വിട്ടോ.
ഓക്കെ എല്ലാം ഓക്കെ. നമുക്കൊല്ല സ്റ്റാൻഡിൽ നിന്ന് കയറിയ പോരെ. എന്തിനാണ്? ഒരു മിനിറ്റ്, എല്ലാ വണ്ടി ഈ വഴി വന്നെ, പിന്നെ എന്തിനാ സ്റ്റാൻഡിൽ പോണ? വണ്ടി ഒന്നും കാണാനല്ലോ. എന്നിട്ട് എല്ലാ സ്റ്റാൻഡിൽ കയറലട ചിലപ്പോ. ആ ഓക്കെ ശരി. അതേ വന്ന് ഹലോ ഓക്കെ ചേട്ടോ. ഇല്ല നിങ്ങൾ വണ്ടി നിർത്തേട്ടാ, വണ്ടി നിർത്ത് നിർത്തേ. നിർത്തണല്ലോ. കട്ട് ചെയ്താ നേരത്തെ പറഞ്ഞു ട്രാൻസ്പോർട്ട് ഇതാണ്. ഫോളോവേഴ്സ് ആണെങ്കിലും തന്നെ നീക്കല്ല നിർത്തോളും മാറി. സീറ്റ് കിട്ടിയാൽ മതി. കിട്ടും ഒരു കസാരട്ട് കയറണം സീറ്റ്. അവിടെ സീറ്റ് ഉണ്ട്. ഇതിലും മിസ്സിലാണോ? ഇതെന്താ കാര്യം? മാറ്റടെ വിട്ടേക്ക്. രണ്ടുപേർക്ക് ഇരിക്കാനുള്ള സീറ്റ് ഉണ്ട്. നിങ്ങൾ കുറച്ചൊരു നിൽക്ക്. സീറ്റിലുള്ള 2 സ്റ്റോപ്പ് വഴിയും കിട്ടും. എവിടേക്കാണ്? തൃശ്ശൂർ. ഓ ആ പാല് കാണിക്കാം. പാല് കാണിക്കേ. എന്താ നോക്ക് വേമ്പാ നോക്ക്. സൂപ്പർ സ്റ്റാർ രജനികാന്ത്. കാണാനല്ലേ? നിന്റെ സീറ്റ് ആ ചേട്ടനിരുന്ന സീറ്റാണത്. ആണോ? അങ്ങോട്ടൊക്കെ കൂട്ടുകാരാണ്. ഇനി തൂങ്ങി നിന്നോ? മനുവിന് പണിയിട്ടില്ല. ആനെന്തിനാണ് ഇയാൾ വിളിച്ചപ്പോ തന്നെ പോയെന്തിനാണ്? സീറ്റും പോയില്ലേ പാവം. തങ്കത്തോണി നിന്മലയോരം ഇതൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുമെന്ന് വിചാരിച്ചു. ലോക്ക് ചെയ്തായിരുന്നോ? മനു ചേച്ചി ചേച്ചി നോക്കി 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 ചേച്ചി. എന്തുപറ്റി മോനെ? എന്തുപറ്റി? ഒന്നുമില്ല. എന്തോ വേദനയെന്ന് തോന്നുന്നു അവന്. അതെ 1000 രൂപ ബാക്കിയോടെ. ഇറങ്ങുമ്പോ തരാ, ചേഞ്ച് ഇല്ല. ആ ഒന്ന് മാറിക്കോ മോനെ. 1000 രൂപ കൊടുത്ത് ഇതുവരെ ബാക്കി വന്നിട്ടില്ല. എവിടെയാ? കടം കൊടുത്താണോ? രണ്ട് തൃശ്ശൂർ. ഞാൻ കുറച്ച് കഴിഞ്ഞാൽ മറക്കുപോയി. ആണോ? അപ്പൊ എന്റെ ആരെടുക്കും? അല്ല 3 തൃശ്ശൂർ. അപ്പൊ 330. ചേഞ്ച് ഇല്ലാത്തോണ്ട് ഓക്കേ അല്ലേ? അഞ്ചിന്റെ പൈസ ഇല്ലേ കയ്യില്? ടിക്കറ്റ്. അല്ലെങ്കിൽ എടുത്തന്നെ. ഹലോ ചേട്ടാ, ഡെന്നീസ് ചേട്ടാ. ചേട്ടാ ക്യാഷ് ശരിയായിട്ടില്ല. എനിക്ക് ഒരാഴ്ച കൂടി ഗ്യാപ്പ് വേണം ചേട്ടാ. ചെക്ക നീ എന്താ ആളെ കളിയാക്കുവാ? അല്ല ചേട്ടാ, കാശ് എണ്ണി വാങ്ങുമ്പോ നീ ഇതൊന്നും അല്ലല്ലോ പറഞ്ഞേ. ചേട്ടാ ഞാൻ പരമാവധി ട്രൈ ചെയ്യാം. പറഞ്ഞ ഡേറ്റിൽ നിന്ന് ഒരു ദിവസം മാറിയാ ചേട്ടാ മോനെ. കുറച്ച് ഡെന്നിസേ, ഗ്യാപ്പ് കൂടി മതി ചേട്ടാ. നിനക്കെന്റെ സ്വഭാവം അറിയാലോ. നീ വിവരം അറിയും ട്ടാ. നമ്മളോടെ കളി. ഹലോ, എന്ത് പറ്റി കാണീന്? പഴുത്ത് ചീഞ്ഞിരിക്കണോ? ആ ഇല്ലല്ല. വെച്ചോ വെച്ചോ, വെക്കണല്ലേ? നല്ലായിരുന്നു. എന്ത് ചെയ്യുന്ന? നമ്മൾ ഈ അല്ലറ ചില്ലറ റിയൽ എസ്റ്റേറ്റും പിന്നെ കുറച്ച് ഫിനാൻസ് പരിപാടികളായിട്ടൊക്കെ അങ്ങനെ തട്ടിമുട്ടി പോകുന്നു പോയി. നമ്മളാ മോട്ടിവേഷൻ സ്പീക്കറാണ്. നിയമസഭാ സ്പീക്കറിനൊക്കെ കേട്ടിട്ടുണ്ട്. ഇതെന്താ പുതിയ വകുപ്പാ? അതല്ല, പേഴ്സണൽ ഡെവലപ്മെന്റ് എന്ന് വെച്ചാൽ ആത്മവിശ്വാസം കൊടുക്കാന്ന് പറയൂലേ, ആ പരിപാടിയാണ്. അതാണ് സംഭവം അല്ലേ? നമ്മുടെ മുതലാളിക്ക് അറിയാത്തൊരു വകുപ്പില്ലാട്ടാ. തോന്നി കണ്ട. നമ്മളാ വെപ്പാണ്. എന്താ പരപ്പാ? അല്ലാത് പാചകേ. നമ്മുടെ ഈ നാടൻ സദ്യ ഉണ്ടല്ലോ, നല്ല വേടുപ്പായിട്ട് വയ്ക്കും ഞാൻ. ഓ എന്തെങ്കിലും ആവശ്യം പറഞ്ഞിട്ടോളേ. ഇല്ലില്ല. നമ്മുടെ തൃശ്ശൂർ അമ്പസ്വാമിയില്ലേ, അതേമാതിരിയാണ് പാലക്കാടും മനോഹരൻ. ആണോ? ഓ അതാരാ? ഞാൻ തന്നെ ആണോ? മനോഹരായിട്ട് വയ്ക്കും ഞാൻ. എവിടെ ഇറങ്ങണ? തൃശ്ശൂര്. ഓ. ഓ